ഡൽഹിയിൽ ബിജെപിയും കോൺഗ്രസും സഖ്യമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ആവർത്തിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കടുത്ത വാക്പോരുമായി എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെയും ബിജെപിയെയും വിമർശിച്ചാണ് ഇത്തവണ രംഗത്ത് വന്നത്. താൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ മറുപടി പറയുന്നത് ബി.ജെ.പി. ആണെന്നും ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളി ഈ തിരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടുമെന്നുമാണ് കെജ്രിവാൾ വിമർശിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് താൻ രാഹുലിന് മറുപടി പറയുന്നില്ലെന്നും തന്റെ പോരാട്ടം രാജ്യത്തെ രക്ഷിക്കാനാണെന്നും കെജ്രിവാൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കെജ്രിവാൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നുവെന്നും മോദിയെ പോലെ നിശബ്ദനാണെന്നുമായിരുന്നു രാഹുലിന്റെ വിമർശനം. തിങ്കളാഴ്ച ഡൽഹിയിലെ സിലാംപൂർ മേഖലയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ ഇങ്ങനെ പറഞ്ഞത്. മോദിക്കും കെജ്രിവാളിനും പിന്നോക്ക വിഭാഗത്തിന് അവരുടെ അവകാശങ്ങൾ ലഭിക്കേണ്ട എന്ന നിലപാടാണ്. ജാതി സെൻസസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇരുവർക്കും മിണ്ടാട്ടമുണ്ടാകില്ല എന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിലെത്തിയാൽ സംവരണ പരിധി വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ ഉറപ്പു നൽകിയിരിക്കുകയാണ്. അദാനി വിവാദങ്ങളിലും രാഹുൽ കെജ്രിവാളിനെ കടന്നാക്രമിച്ചു. അദാനിക്കെതിരെ US-ൽ കേസെടുത്തപ്പോൾ കെജ്രിവാൾ ഒരക്ഷരം മിണ്ടിയില്ല എന്നും രാജ്യ തലസ്ഥാനത്തെ പാരീസ് ആക്കാമെന്ന് വാഗ്ദാനം നൽകിയ ശേഷം അഴിമതിയും മലിനീകരണവും വിലക്കയറ്റത്തിന്റെയും ഇടമാക്കിയെന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ച് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. ഡൽഹിയിലെ ചേരി തകർത്തതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അമിത്ഷാ പിൻവലിക്കുകയും കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാവരെയും പുനരധിവസിപ്പിക്കുകയും ചെയ്താൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ ഉറപ്പു നൽകിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഡൽഹിയിലെ ചേരികൾ തകർക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നതെന്നും കെജ്രിവാൾ ആരോപിച്ചിരുന്നു. അവർക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ വോട്ടും തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ ഭൂമിയുമാണ്. ബി.ജെ.പിയുടെ ജഹാൻ ജുഗി വഹൻ മകാൻ പദ്ധതിയെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനിടെ ചേരി നിവാസികൾക്കായി 4700 ഫ്ളാറ്റുകൾ മാത്രമാണ് നിർമ്മിച്ചതെന്നും കെജ്രിവാൾ എടുത്തു പറഞ്ഞു. ഇതിനിടയിൽ ഡൽഹിയിലെ 2 കോളനികളിൽ വോട്ടിനായി ബി.ജെ.പി. സ്വർണ്ണ ചെയിൻ വിതരണം ചെയ്തുവെന്ന ആരോപണവുമായി അരവിന്ദ് കെജ്രിവാൾ എത്തിയതും ശ്രദ്ധേയമായി. പണവും മറ്റും വിതരണം ചെയ്ത ഡൽഹിയിലെ വോട്ടർമാരുടെ വോട്ട് വാങ്ങാനുള്ള തങ്ങളുടെ പദ്ധതികളെ കുറിച്ച് ബി.ജെ.പി. നേതാക്കൾ ബീം വിളക്കുന്നതായും കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ FIR ഫയൽ ചെയ്ത് മിനിറ്റുകൾക്ക് ശേഷമാണ് കെജ്രിവാളിന്റെ ആരോപണമുണ്ടായത്. ഫെബ്രുവരി 5-ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒരു മുഖ്യമന്ത്രി മുഖവും ഉണ്ടായിട്ടും കാവി പാർട്ടി സത്യസന്ധതയില്ലായ്മയിലേക്ക് കുതിക്കുകയാണെന്ന് മുൻ ഡൽഹി മുഖ്യമന്ത്രി ആരോപിച്ചു. ഏതെങ്കിലും ഒരു AAP സ്ഥാനാർത്ഥി വോട്ടിനായി പണം വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അവർക്ക് വോട്ട് ചെയ്യരുതെന്ന് കെജ്രിവാൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.